വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ. തേങ്ങയൊന്നും ചേർക്കാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം നമുക്ക് വീട്ടിലോട്ടേക്ക് പോകാം. അതിനു വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു 1/2 കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഞാനിത് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് സോക്ക് ചെയ്യാതെ തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാം, എങ്കിലും പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള തുവരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പരിപ്പിന് ആവശ്യമായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 വിസിൽ വരുന്ന വരെ ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്കുള്ള പച്ചക്കറി നമുക്ക് എടുത്തു വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ക്യാരറ്റ്, ഒരു വലിയ ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു 2 വഴുതിനങ്ങ, മുരിങ്ങ, കോവക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം പച്ചമാങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെജസ് ഒക്കെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ പരിപ്പൊക്കെ നന്നായിട്ട് ഇവിടെ വെന്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ആ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കണം, ഉടച്ചെടുക്കണം. അങ്ങനെ ഉടച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, നല്ലൊരു തിക്നെസ് ഉണ്ടാവും. അപ്പോൾ നമ്മളെ വെജീസൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി വെജീസിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒറ്റ വിസിൽ മാത്രമേ വേണ്ടൂ. കൂടുതലായി കഴിഞ്ഞാൽ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്തു പോവും. അപ്പോൾ ഇതാ ഒരു വിസിലായതിനു ശേഷം നമ്മൾ പ്രഷർ കുക്കറിൽ പ്രഷറൊക്കെ പോയതിനു ശേഷം അതിപ്പോൾ തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെജസൊക്കെ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെണ്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് വെണ്ട ഇതുപോലെ സെപ്പറേറ്റ് റോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. അതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ, എങ്കിൽ ഞാൻ ഒന്ന് പറയാം. അപ്പോൾ ആ ഒരു നെയ്യിലേക്ക് തന്നെ ഏകദേശം 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് 1/2 ടീസ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഓഫാക്കുന്നതെന്ന് വെച്ചാൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞ് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചധികം തന്നെ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സ് ആക്കുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് പൊടികളൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ പൊടികളൊക്കെ ഏകദേശം നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളെ വെജീസിനുള്ള കുറച്ച് ഗ്രേവി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ആ പൊടികളും പച്ചക്കറികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. എല്ലാ പച്ചക്കറിയിലും നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടണം. ഇനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള വെണ്ടക്ക കൂടെ ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവർ ഉണ്ടാവും. പിന്നെ കുറച്ച് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല സിമ്പിളായിട്ടുള്ള സാമ്പാർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണിത്. അപ്പോൾ ഈ കറിയുടെ തിക്നെസ് ഒക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാം. തിക്നെസ് വേണ്ടാക്ക് കൂടുതൽ വെള്ളം ഒഴിക്കണ്ട. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാം. അപ്പോൾ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.